രക്ഷിക്കപ്പെടൽ എന്ന പരിപാടി മറ്റ് രാഷ്ട്രത്തിലുള്ളവർക്ക് അവർക്ക് വേണ്ടിയുള്ളതല്ല. ഭാരതീയനെ വിസ്തരിക്കേണ്ടതും ന്യായം വിധിക്കേണ്ടതും ഭാരതീയ ന്യായ സംഹിതയുടെ അടിസ്ഥാനത്തിലാണ്. മനുഷ്യ നീ പാപിയാണ് നിരന്തരം പറഞ്ഞ് എൻ്റെ മനസ്സിനെ കീഴ്പ്പെടുത്താൻ ശ്രമിക്കുന്ന ഈ പ്രസംഗ തൊഴിലാളികളുടെ ലൈഫ് ഫോക്കസിൻ്റെ ഒരു പുതിയ പഠന പരമ്പരയിലേക്ക് സ്വാഗതം. വേദപുസ്തക സംബന്ധിയായി നമുക്കുണ്ടാകുന്ന സംശയങ്ങൾക്കും നാം അഭിമുഖീകരിക്കുന്ന ചോദ്യങ്ങൾക്കും ഉത്തരം കണ്ടെത്താനുള്ള ഒരു ശ്രമമാണ് ഇവിടെ നടത്തുന്നത്. നിങ്ങൾക്കുണ്ടാകുന്ന എല്ലാ ന്യായമായ സംശയങ്ങളും ചോദ്യങ്ങളും ഞങ്ങളെ അറിയിക്കുക. തൃപ്തികരമായ ഉത്തരം നൽകാൻ ഞങ്ങൾ ശ്രമിക്കാം. ഇന്ന് നമ്മുടെ ചോദ്യങ്ങൾക്ക് ഉത്തരം നൽകുന്നത് സുവിശേഷകൻ ചാണ്ടപ്പിള്ള ഫിലിപ്പ് അവർകളാണ്. നമ്മുടെ പ്രേക്ഷകരിൽ പലരും നേരിട്ട് ഉന്നയിച്ച ചില ചോദ്യങ്ങളാണ് ഇന്ന് ചോദിക്കുന്നത്. എല്ലാ പ്രിയപ്പെട്ടവരെയും ഒരിക്കൽ കൂടെ ലൈഫ് ഫോക്കസ് QA സെഷനിലേക്ക് സ്വാഗതം ചെയ്യുന്നു. ക്രൈസ്തവർ പൊതുവെ നടത്തുന്ന ഒരു പ്രഖ്യാപനമുണ്ട്, യേശുക്രിസ്തു മനുഷ്യവർഗത്തിൻ്റെ മുഴുവൻ ഏക രക്ഷിതാവ് എന്ന്. സത്യത്തിൽ യേശുക്രിസ്തു വന്നത് യഹൂദ ജനതയുടെ വാഗ്ദത്ത മെശിഹ ആയിട്ടല്ലേ? മത്തായി 15:24 ക്രിസ്തു തന്നെ പറയുന്നത് ഇസ്രായേൽ ഗൃഹത്തിലെ കാണാതെ പോയ ആടുകളുടെ അടുത്തേക്കാണ് തന്നെ അയച്ചിരിക്കുന്നത് എന്നാണ്. അതുപോലെ യേശുവിൽ നിന്നും പാഠങ്ങൾ പഠിച്ച ശിഷ്യന്മാർ പറയുന്നത് പ്രവൃത്തി 5:31 ഇസ്രായേലിന് മാനസാന്തരവും പാപമോചനവും നൽകുവാൻ ദൈവം യേശുവിനെ പ്രഭുവായും രക്ഷിതാവായും തൻ്റെ വലം കൈയാൽ ഉയർത്തിയിരിക്കുന്നു എന്നാണ്. ഇനി പ്രവൃത്തി 13:23 വായിച്ചാൽ ദൈവം വാഗ്ദത്തം ചെയ്തതുപോലെ ഇസ്രായേലിന് യേശു എന്ന രക്ഷിതാവിനെ കൊടുത്തു എന്നാണ് പറയുന്നത്. 13:26 23:20 മറ്റ് പല വാക്യങ്ങളിലും സമാനമായ ആശയം നമുക്ക് കാണാൻ കഴിയും. ഈ വാക്യങ്ങളെല്ലാം ചൂണ്ടിക്കാണിക്കുന്നത് രക്ഷയും ദേവാലയവും യാഗവും പുരോഹിതന്മാരും എല്ലാം ഇസ്രായേലിനുമായി മാത്രം ബന്ധപ്പെട്ടതാണ് എന്നതാണ്. അല്ലാതെ ഈ രക്ഷിക്കപ്പെടൽ എന്ന പരിപാടി മറ്റ് രാഷ്ട്രത്തിലുള്ളവർക്ക് അവർക്ക് വേണ്ടിയുള്ളതല്ല. ബൈബിൾ പറയുന്ന സാൽവേഷൻ എന്ന ഈ പദം ക്രൈസ്തവ സമൂഹം തെറ്റിദ്ധരിച്ചിരിക്കുകയല്ലേ? ഭാരതത്തിന് യേശുവിനെയും യേശുവിലൂടെയുള്ള രക്ഷയും അതിൻ്റെ ആവശ്യകത എന്താണ്? അതാണ് ആദ്യത്തെ ചോദ്യം. ജോർജ് കോശി ഇപ്പോൾ പറഞ്ഞ ഈ കാര്യങ്ങൾ ക്രൈസ്തവ സമൂഹത്തിൽ പലയിടങ്ങളിലായി ഒരർബുദം പോലെ വ്യാപിച്ചുകൊണ്ടിരിക്കുന്ന ഒരു ഉപദേശമാണ്. അതിനവർക്ക് പറയാൻ കുറേ ന്യായങ്ങളുമുണ്ട്. യേശുക്രിസ്തുവിൻ്റെ അത്ഭുത പ്രവൃത്തികൾ വലിയൊരു പങ്ക് നടന്നത് ഇസ്രായേൽ ജനത്തിൻ്റെ ഇടയിലായിരുന്നു. യേശുവിൻ്റെ പ്രഭാഷണവും യേശുവിനോട് ചേർന്നുള്ള ശിഷ്യന്മാരുടെ പ്രഭാഷണവും യേശു 70 പേരെ തിരഞ്ഞെടുത്ത് പ്രസംഗിക്കാൻ അയച്ച അവരുടെ പ്രഭാഷണവും യോഹന്നാൻ സ്നാപകൻ്റെ പ്രഭാഷണവും എല്ലാം ഇസ്രായേലിനു വേണ്ടി വരാൻ പോകുന്ന ദൈവരാജ്യത്തെ സംബന്ധിച്ചായിരുന്നു. അപ്പോൾ റോമൻ സാമ്രാജ്യത്തിൻ്റെ അധീനതയിലായിരിക്കുന്ന ഇസ്രായേൽ ജനത്തെ അതിൽ നിന്ന് വിടുവിച്ച് ഒരു രാജ്യം സ്ഥാപിക്കാൻ മശിഹ വരും എന്ന വലിയ പ്രതീക്ഷയിലാണ് ആ കാലങ്ങളിലായി ഇസ്രായേൽ കാത്തിരുന്നത്. അതുകൊണ്ട് മാത്രം യേശുക്രിസ്തു ലോകത്തിൽ വന്നത് ഇസ്രായേലിന് വേണ്ടിയാണെന്ന് സ്ഥാപിക്കാൻ കഴിയുകയില്ല. യേശു നിശ്ചയമായും അവരുടെ മശിഹയായി വരും. യേശുവിനെ കണ്ട ആളുകളും യേശുവിനെ മശിഹയെന്ന് പറഞ്ഞു. അന്ത്രയാസ് യേശുവിനെ കണ്ടിട്ട് പത്രോസിൻ്റെ അടുക്കൽ ചെന്നിട്ട് പറഞ്ഞത്, ഞാൻ ക്രിസ്തുവിനെ കണ്ടെത്തിയിരിക്കുന്നു, അഥവാ മശിഹയെ കണ്ടെത്തിയിരിക്കുന്നു. നഥനയേലിനോട് ഫിലിപ്പോസ് പറഞ്ഞതും ഫിലിപ്പോസിൻ്റെ വാക്ക് കേട്ട് നഥനയേല് പറഞ്ഞതും അതുതന്നെയാണ്. കൂടാതെ കാരാഗൃഹത്തിൽ കിടന്നപ്പോൾ യോഹന്നാൻ സ്നാപകൻ ആളയച്ച് യേശുവിനോട് ചോദിപ്പിച്ചു, നീ തന്നെയോ വരുവാനുള്ള മശിഹ? യോഹന്നാൻ സംശയിച്ചു. കാര്യം അതുവരെ ദൈവരാജ്യത്തെക്കുറിച്ച് പ്രസംഗിച്ചു കൊണ്ടിരുന്നു. തൻ്റെ പിറകെ വരുന്ന ആ മശിഹ വേഗത്തിൽ രാജ്യം സ്ഥാപിക്കും, ഇസ്രായേലിനൊരു വലിയ ആശ്വാസം ലഭിക്കുമെന്നൊക്കെയാണ് യോഹന്നാൻ സ്നാപകനും കരുതിയത്. അപ്പോൾ വഴിയൊരുക്കാൻ വന്നയാളാണ്. പക്ഷേ അദ്ദേഹം ചിന്തിച്ചതൊക്കെ പെട്ടെന്ന് ഇതൊക്കെ അങ്ങ് സാധിച്ചെടുക്കുമെന്നായിരുന്നു. അപ്പോൾ അദ്ദേഹവും ഒടുവിൽ സംശയാലുവായിട്ട് മാറിയത് നാം മനസ്സിലാക്കുന്നു. അപ്പോൾ ചുരുക്കത്തിൽ
രാജ്യം സ്ഥാപിക്കുക, മശിഹ വരും. ഇതായിരുന്നു ഇസ്രയേലിൻ്റെ പൊതുവെയുള്ള പ്രതീക്ഷ. ഉദാഹരണമായി പറഞ്ഞാൽ യേശുക്രിസ്തു സ്വർഗാരോഹണം ചെയ്യുന്നതിന് മുൻപ് യേശുവിനോട് അപ്പസ്തോല പ്രവൃത്തി 1-ാം അധ്യായം വായിക്കുമ്പോഴറിയാം, അതിൻ്റെ ആരംഭ ഭാഗത്ത് യേശുവിനോട് ശിഷ്യഗണം ചോദിക്കുന്നുണ്ട്, നീ ഈ കാലത്തിലോ രാജ്യം സ്ഥാപിക്കാൻ അപ്പോൾ ഇവരുടെ എല്ലാം മനസ്സിൽ അതാണ് ഇരുന്നത്. നിശ്ചയമായും യേശു യഹൂദൻ്റെ മശിഹയായിട്ട് തന്നെയാണ് വന്നത്. പക്ഷേ ആ മശിഹയെ അവർ അംഗീകരിച്ചില്ല. അവർ പ്രതീക്ഷിച്ചതുപോലെയല്ല മശിഹ വന്നത്. അവർ പ്രതീക്ഷിച്ചതുപോലെയല്ല, അല്ലെങ്കിൽ അവരുടെ പ്രതീക്ഷയ്ക്കനുസരിച്ച് നിലയിലല്ല യേശു ഈ ലോകത്തിൽ വരുന്നത്. അതുകൊണ്ടാണ് യേശുവിനെ അവർ തള്ളിക്കളഞ്ഞത്. യോഹന്നാൻ്റെ സുവിശേഷം 1:11 അത് വായിക്കുന്നു. അവൻ സ്വന്തത്തിലേക്ക് വന്നു, സ്വന്തക്കാരോ അവനെ കൈക്കൊണ്ടില്ല എന്ന് പറയുന്നത്. ഇനി അതവിടെ നിൽക്കും. അപ്പോൾ തന്നെ ഇത് സകല മനുഷ്യർക്കും വേണ്ടിയല്ലേ? യേശുവിൻ്റെ അത്ഭുത പ്രവൃത്തി ജാതികളുടെ ഇടയിൽ നടന്നിട്ടുണ്ട്. 2 ദൃഷ്ടാന്തം. ഒന്ന്, കനാന്യ സ്ത്രീയുടെ മകളെ സുഖപ്പെടുത്തിയല്ലോ. അവളോട് പറഞ്ഞല്ലോ, മക്കളുടെ അപ്പമെടുത്ത് നായ്ക്കുട്ടികൾക്ക് ഇട്ടുകൊടുക്കുന്നത് വിഹിതം. അപ്പോൾ അവൾ പറഞ്ഞു, മക്കളുടെ മേശയിൽ നിന്ന് വീഴുന്നത് തിന്ന് നായ്ക്കുട്ടികളും തൃപ്തി അടയുന്നുണ്ടല്ലോ എന്ന്. അപ്പോഴെന്താ പറഞ്ഞത്? യേശു പറഞ്ഞൊരു വാക്ക് അവിടെ കേൾക്കണം. ഇസ്രയേലിൽ പോലും ഇത്ര വലിയൊരു വിശ്വാസം കണ്ടിട്ടില്ല എന്ന് പറഞ്ഞാൽ, ഏതൊരു ജാതിക്ക് വേണ്ടിയാണ് വന്നത് എന്ന് ഇവർ സമർത്ഥിക്കുന്നുവോ അവർക്ക് പോലും ഇല്ലാത്ത വിശ്വാസമാണ് ഈ ജാതിയായ ഈ കനാന്യ സ്ത്രീക്കുണ്ടായിരുന്നത്. അത് ഞാൻ പറയാൻ വരികയായിരുന്നു. ശതാധിപൻ്റെ കാര്യത്തിലും അതുതന്നെ. അപ്പോൾ യേശുക്രിസ്തുവിൻ്റെ അത്ഭുത പ്രവൃത്തി യഹൂദന്മാരുടെ ഇടയിൽ നടന്നതുപോലെ തന്നെ ജാതികളുടെ ഇടയിലും നടന്നു. ആ ജാതികളിൽ പലരുടെയും വിശ്വാസം യഹൂദന്മാരുടെ വിശ്വാസത്തേക്കാൾ വലുതായിരുന്നുവെന്ന് നാം മനസ്സിലാക്കുന്നുണ്ട്. തന്നെയല്ല, യേശുക്രിസ്തു മറ്റൊരിടത്ത് ലൂക്കോസ് സുവിശേഷത്തിൽ പറയുന്നുണ്ട്, ഞാൻ നീതിമാന്മാരെയല്ല, അത് യഹൂദനെ ഉദ്ദേശിച്ച് പറയുന്നത്, ഞാൻ നീതിമാനെയല്ല പാപികളെ അത്ര മാനസാന്തരത്തിനായി വിളിപ്പാൻ വന്നത്. പക്ഷെ അപ്പോൾ ഞാൻ നേരത്തെ ഉദ്ധരിച്ച ആ വാക്യങ്ങളുടെ പൊരുൾ എന്താ? വാക്യങ്ങളുടെ പൊരുൾ ഇതാണ്. യേശു നിശ്ചയമായും മശിഹയായിട്ട് ഇവർക്ക് വേണ്ടിയാണ് പ്രഥമമായും പ്രധാനമായും വന്നത്. അതിന് സംശയമില്ല. പക്ഷേ ഇവർ തള്ളിക്കളഞ്ഞു. ഇപ്പോൾ ഉദാഹരണമായി പറഞ്ഞാൽ, പൗലോസ് ആദ്യം യഹൂദൻ്റെ ഇടയിൽ വർക്ക് ചെയ്തു. യഹൂദൻ്റെ ഇടയിൽ പ്രവർത്തിച്ചപ്പോൾ യഹൂദൻ പൗലോസിനെയോ പൗലോസിൻ്റെ വചനത്തെയോ അംഗീകരിച്ചില്ല. അപ്പോൾ അദ്ദേഹം എന്താ പറഞ്ഞത്? ഞാൻ ജാതികളിലേക്ക് തിരിയുന്നുവെന്ന് പറഞ്ഞു. മാറ്റിയെന്ന് പറയാൻ ഒക്കുകയില്ല. പ്രഥമമായും പ്രധാനമായും യഹൂദനാണ് വിഷയം. അതിന് ഞാനൊരു ഉദാഹരണം കൂടെ പറയാം. റോമാലേഖനം 1-ാം അധ്യായം 17-ാം വാക്യത്തിൽ രക്ഷയെക്കുറിച്ച് പറയുന്നിടത്ത് ആവർത്തിച്ച് പറയുന്ന ഒരു കാര്യമുണ്ട്. ആദ്യം യഹൂദനും പിന്നെ യവനനും. എന്തായിരുന്നാലും ഇസ്രയേലിനോടുള്ള ബന്ധത്തിൽ ദൈവത്തിന് പ്രത്യേകമായ ഒരു പരിഗണനയുണ്ട്. അത് അബ്രഹാമിനോടുള്ള വാഗ്ദത്തങ്ങളിലെ ദൈവത്തിൻ്റെ വിശ്വസ്തതയാണ്. മനസ്സിലായി? അതുകൊണ്ട് മറ്റുള്ളവർക്ക് വേണ്ടിയല്ല എന്നും കൂടെ നമ്മൾ വ്യാഖ്യാനിക്കാൻ പാടില്ല. പ്രഥമവും പ്രധാനവുമായും ഇസ്രയേലിനോട് ദൈവത്തിന് ഒരു പരിഗണനയുണ്ട്. പക്ഷേ ആ പരിഗണന ഇവർ യേശുവിനെ അംഗീകരിക്കാത്തതോടുകൂടെ അവരോടുള്ള കാര്യപരിപാടി അവസാനിപ്പിക്കുകയാണ് ചെയ്തത്. എന്നാൽ യേശുക്രിസ്തുവിൻ്റെ വരവെന്ന് പറയുന്നത് അത് പൊതുവായിട്ടുള്ളതാണ്. കാരണം തിമോഥെയോസിൻ്റെ 1-ാം ലേഖനം 1:15 പറയുന്നുണ്ട്, ക്രിസ്തുവേശു പാപികളെ രക്ഷിപ്പാൻ ലോകത്തിൽ വന്നു. അത് യഹൂദനല്ലല്ലോ, ലോകത്തിലെ സകല ആളുകളെയും ഉദ്ദേശിച്ചു. യേശുവിൻ്റെ കാലം കഴിഞ്ഞിട്ട് ജീവിച്ചിരുന്ന ശിഷ്യന്മാർ, അത് പ്രവൃത്തികളുടെ പുസ്തകത്തിൽ ഞാൻ ഉദ്ധരിച്ചല്ലോ, അവിടെയും അവർ പറയുന്നത് യേശു മുഖ്യമായിട്ടും വന്നത് ഇവർക്ക് വേണ്ടിയാണ്. അതെ, ഞാൻ പറഞ്ഞല്ലോ, യഹൂദനോടുള്ള ബന്ധത്തിൽ ആദ്യം യഹൂദനും പിന്നെ യവനനും ഒരു പരിഗണനയുണ്ട്. അതെന്തുകൊണ്ട്? ഇവരുടെ വിശ്വസ്തത കൊണ്ടല്ല, അബ്രഹാമിനോട് ദൈവം ചെയ്ത ദൈവത്തിൻ്റെ വിശ്വസ്തതയാണ്. അബ്രഹാമിലൂടെ സകല ലോകത്തിനുള്ള മാറ്റം അല്ല, അബ്രഹാമിലൂടെ ഇവർക്ക് വരാൻ പോകുന്ന രക്ഷ, അതിലൂടെ ജാതികൾക്കും രക്ഷയുണ്ട്. ഗലാത്യ ലേഖനത്തിൽ വായിക്കുന്നുണ്ടല്ലോ, അബ്രഹാമിൻ്റെ ആ വിശ്വാസത്താൽ നീതീകരിക്കപ്പെട്ട അനുഗ്രഹം ജാതികൾക്കും വരേണ്ടതിന് എന്ന് ഗലാത്യ ലേഖനത്തിൽ പറയുന്നു. റോമാലേഖനത്തിൽ പറയുന്നു, അബ്രഹാം ഏതൊരു ദൈവത്തിൽ വിശ്വസിച്ചു നീതീകരിക്കപ്പെട്ടോ അതേ ദൈവത്തിൽ ജാതികൾ വിശ്വസിക്കുമ്പോഴും നീതീകരിക്കപ്പെടും എന്നുള്ളത് വളരെ മുൻപ് തന്നെ അബ്രഹാമിനോട് നീ നിമിത്തം
ജാതികളും അനുഗ്രഹിക്കപ്പെടുമെന്ന് പറഞ്ഞിരിക്കുന്നത് മുഴുവൻ കൂടുതലും ഈ സ്പിരിച്വൽ ബ്ലെസ്സിങ്സ് ആണ്, ആത്മീയ അനുഗ്രഹങ്ങളാണ്. അപ്പോൾ ജാതികൾക്കും അത് ബാധകമാണ്. അതുകൊണ്ട് ഞാൻ ഒന്നുകൂടെ പറയാം, മശിഹയായിട്ട് തന്നെ വന്നു എന്ന് വരികിലും ആ മശിഹയെ ഇവരെ അംഗീകരിച്ചില്ല. അംഗീകരിക്കാത്തത് കൊണ്ട് ജാതികളിലേക്ക് തിരിയുന്നെന്നല്ല, യേശു വന്നത് പാപങ്ങളെ നീക്കാനാണ്, പാപികളെ രക്ഷിക്കാനാണ്. അതുതന്നെയാണ് പൗലോസ് തിമോത്തിയോസിന് യേശുവിൻ്റെ ജന്മവേളയിൽ ദൂതൻ പറഞ്ഞത് തന്നെയാണല്ലോ. അതായത് ഞാൻ ആ ഭാഗത്തേക്ക് വരിക. തിമോത്തിയോസ് ലേഖനത്തിൽ പറഞ്ഞത് നമ്മൾ ചിന്തിച്ചു. എന്നിട്ട് ലൂക്കോസ് സുവിശേഷം 2-ാം അധ്യായത്തിൽ ദൂതൻ ആട്ടിടയന്മാരോട് പറയുന്നു, അതാ സർവ്വജനത്തിനും ഉണ്ടാവാനുള്ളൊരു മഹാസന്തോഷം നിങ്ങളെ അറിയിക്കുന്നു, ക്രിസ്തുവെന്ന രക്ഷിതാവ് ദാവീദിൻ്റെ പട്ടണത്തിൽ ജനിച്ചിരിക്കുന്നുവെന്ന. അതിപ്പോൾ സർവ്വജനത്തിനുമുള്ളത് എന്ന് പറഞ്ഞാൽ സകല മനുഷ്യർക്കും. തീത്തോസിൻ്റെ ലേഖനം 2-ൽ പറയുന്നുണ്ട്, സകല മനുഷ്യർക്കും രക്ഷാകരമായ ദൈവകൃപ ഉദിച്ചുവല്ലോ എന്നവിടെയും പറയുന്നുണ്ട്. അപ്പോൾ യേശുക്രിസ്തുവിൻ്റെ ജന്മ ലക്ഷ്യം ഡ്യുവൽ പർപ്പസ് എന്ന് പറയാം അല്ലേ? സർവ്വലോകത്തിൻ്റെയും വീണ്ടെടുപ്പിന് വേണ്ടി ക്രിസ്തു വന്നു, അതേസമയം തന്നെ യഹൂദൻ്റെ മശിഹയായിട്ടും താൻ വന്നു. പക്ഷേ ആ മശിഹയെ അവർ പ്രതീക്ഷിച്ചതുപോലല്ല യേശു വെളിപ്പെട്ടത്. അതുകൊണ്ട് അത് തള്ളിക്കളഞ്ഞു. മനസ്സിലായില്ലേ? ഇനി അവരോടുള്ള ബന്ധത്തിൽ ദൈവം ചെയ്യാൻ പോകുന്നത് തൻ്റെ മഹത്വ പ്രത്യക്ഷതയ്ക്ക് മുൻപാണ് അവരോടുള്ള ബന്ധത്തിൽ ജാതിയായിട്ട് അവർ രക്ഷിക്കപ്പെടുകയും കുത്തിയവെങ്കിലേക്ക് നോക്കുകയും ഒക്കെ ചെയ്യുന്നത് ഈ ഒരു സഭാ കാലഘട്ടം കഴിഞ്ഞുള്ള സംഭവത്തിൽ. എന്ന് പറഞ്ഞാൽ അപ്പോഴും ഇവരെ തള്ളിക്കളഞ്ഞിട്ടില്ലെന്നുള്ളതാണ്, തള്ളിക്കളഞ്ഞിട്ടില്ല. പക്ഷേ പൊതുവെ ചിന്തിക്കുമ്പോൾ യേശു വന്നത് എല്ലാവരുടെയും പാപങ്ങളുടെ രക്ഷയ്ക്ക് വേണ്ടിയാണ്. അല്ല, ഒരു വാക്കുകൂടെ വേഗത്തിൽ ഞാൻ പറയാം. യേശു ശിഷ്യന്മാർക്ക് സുവിശേഷത്തിൻ്റെ കൽപ്പന കൊടുത്തു. എന്താ പറഞ്ഞത്? നിങ്ങളെ യഹൂദന്മാരുടെ ഇടയിലേക്ക് പറഞ്ഞയക്കുന്നതല്ല, സകല ജാതികളുടെയോടും പോയി സുവിശേഷം അറിയിപ്പീൻ. യഹൂദനോട് മാത്രം പറയാനല്ല ഇവിടെ പറഞ്ഞത്. പിന്നെ അതുപോലെ തന്നെ അപ്പോസ്തല പ്രവൃത്തി 1:5 പറയുമ്പോൾ, നിങ്ങൾ ശക്തി ലഭിച്ചിട്ട് യെരുശലേമിലും യഹൂദ്യയിലും ശമരിയയിലൊക്കെയും ഭൂമിയുടെ അറ്റത്തോളം എന്ന് പറഞ്ഞാൽ അവിടെയെല്ലാം യഹൂദന്മാരോട് പറയണമെന്നല്ല, യഹൂദനോടും പറയണം, യവനനോടും പറയണം, ജാതികളോടും പറയണം. ഈ 2 കൂട്ടർക്ക് വേണ്ടിയാണ് യേശു വന്നത്. അതുകൊണ്ടാണ് അപ്പോസ്തല പ്രവൃത്തി 4:12 പത്രോസിൻ്റെ പ്രഭാഷണത്തിൽ പറയുന്നത്, മറ്റൊരുത്തനിലും രക്ഷയില്ല. രക്ഷിക്കപ്പെടുവാൻ ആകാശത്തിൻ്റെ കീഴിൽ, ആ വാക്ക് ഭയങ്കരമാണ്, ആകാശത്തിൻ്റെ കീഴിൽ യഹൂദൻ്റെ ഇടയിലെന്നല്ല, മനുഷ്യരുടെ ഇടയിൽ നൽകപ്പെട്ട വേറെയൊരു നാമവുമില്ലെന്നുള്ളതാണ്. അതുകൊണ്ട് ആ ഒരു വാദം വേദപുസ്തകാനുസരണം ശരിയായിരിക്കും. എൻ്റെ ചോദ്യത്തിലേക്ക് തിരികെ വന്നാൽ, ഭാരതത്തിലും യേശുക്രിസ്തു ഏകരക്ഷിതാവെന്നുള്ള ഉച്ചസ്ഥിരം നമുക്ക് പ്രഘോഷിക്കാം. ഭാരതത്തിനും യേശുവിനെ വേണമെന്ന് ഭാരതത്തിലെ വലിയ മഹാത്മാക്കൾ, വലിയ പ്രഭാഷകർ, വലിയ പ്രസംഗകർ, ചിന്തകർ അവർ തന്നെ ആവശ്യപ്പെട്ടു. ഞാൻ അവരുടെ പേരൊന്നും ഇവിടെ ഉദ്ധരിപ്പാൻ ആഗ്രഹിക്കുന്നില്ല. അവർ തന്നെ പറയുന്നു, യേശുവിനെ വേണം, അദ്ദേഹം പൗരസ്ഥനാണ്, അദ്ദേഹത്തെ നമുക്ക് വേണമെന്ന് അവർ വരെയും പറയുന്നുണ്ട്. ബോധ്യത്തിൽ, അവരുടെ ബോധ്യത്തിൽ. നമുക്ക് പെട്ടെന്ന് മനസ്സിലാകുന്ന ഒരു കോണ്ടെക്സ്റ്റ് പറയാം. ആശുപത്രിയിൽ ചെന്ന് പരിശോധനയ്ക്ക് വിധേയരാകുമ്പോഴാണല്ലോ ഞാൻ ആരോഗ്യ പ്രശ്നമുള്ളവനാണ് എന്ന് മനസ്സിലാകുന്നത്. അതുപോലെ ദൈവം മോശയിലൂടെ നൽകിയ ന്യായപ്രമാണത്തിൻ്റെ വെളിച്ചത്തിൽ പരിശോധിക്കുമ്പോഴാണല്ലോ ഒരു വ്യക്തി പാപിയാണെന്ന് തിരിച്ചറിയുന്നത്. പക്ഷേ ഈ പറയുന്ന ന്യായപ്രമാണത്തെ ദൈവം യഹൂദന് കൊടുത്തതായിരിക്കെ എന്തിന് ഞാൻ എന്നെ തന്നെ ന്യായപ്രമാണത്തിൻ്റെ കണ്ണാടിയിലൂടെ വീക്ഷിക്കണം? ചോദ്യം മനസ്സിലായെന്ന് ഞാൻ കരുതുന്നു. മോശ വഴി ദൈവം ന്യായപ്രമാണം നൽകിയത് ഇസ്രായേൽ ജനതയ്ക്കായിരുന്നു എന്നുള്ളത് നമുക്കറിയാം. സ്വാഭാവികമായും അവർക്കാണല്ലോ അത് ബാധകമാകുന്നത്. ഞാനൊരു യഹൂദനല്ലാതിരിക്കെ എനിക്ക് ഈ ന്യായപ്രമാണം പ്രസക്തമല്ല എന്നുള്ളതാണ് യാഥാർത്ഥ്യം. അപ്പോൾ പിന്നെ എന്നെ എങ്ങനെയാണ് ന്യായപ്രമാണ സംബന്ധമായി ഒരു പാപി എന്ന് മുദ്രകുത്താനാവുക? ഭാരതീയനെ വിസ്തരിക്കേണ്ടതും ന്യായം വിധിക്കേണ്ടതും ഭാരതീയ ന്യായ സംഹിതയുടെ അടിസ്ഥാനത്തിലാണ്. യഹൂദൻ്റെ പ്രമാണം എനിക്കെന്തിനാണ്? ന്യായപ്രമാണവും യാഗ അർപ്പണവുമൊക്കെ യഹൂദനുമായി ബന്ധപ്പെട്ട കാര്യമായിരിക്കെ ഭാരതീയനായ എന്നെ യഹൂദ ന്യായപ്രമാണപ്രകാരം പാപിയെന്ന് വിളിക്കാനാവുമോ? അതാണ് ഒന്നാമത്തെ ചോദ്യം. ഒരു കാര്യം കൂടെ, ഇസ്രായേലിയരുടെ പാപമോചനത്തിനായിട്ടാണല്ലോ ലേവ്യ പുരോഹിതന്മാർ യെരുശലേം ദേവാലയത്തിൽ മൃഗബലി നടത്തി വന്നത്. എന്നാൽ നമുക്കറിയാം, നമ്മുടെ ആരാധനാലയങ്ങളിൽ ബലിയർപ്പണം ഇല്ല. നാം ആരും ഒരു യാഗമൃഗവുമായി ഒരു പുരോഹിതനെയും ഒരിക്കലും സമീപിച്ചിട്ടുമില്ല. അതായത്
ഇസ്രായേൽ ജനതയ്ക്ക് വേണ്ടി മാത്രമായിരുന്നു പാപപരിഹാരാർത്ഥമുള്ള യാഗാർപ്പണം നടന്നത് എന്ന് നമുക്ക് തീർത്തും പറയാം. യഹൂദൻ്റെ സാംസ്കാരിക പശ്ചാത്തലത്തിൽ നടന്ന ഈ സംഭവങ്ങൾക്ക് സാർവലൗകിക മാനം നൽകി പഠിപ്പിക്കുന്നത്, രക്ഷ എല്ലാവർക്കും ആവശ്യമാണെന്ന് പഠിപ്പിക്കുന്നത് ബൈബിളിൻ്റെ തന്നെ ആശയങ്ങൾക്ക് വിരുദ്ധമായി തോന്നുന്നില്ലേ? അതുകൊണ്ടാണല്ലോ ക്രിസ്തു ഭാരതീയരായ നമ്മുടെയും രക്ഷകനാണെന്ന് പറയേണ്ടി വരുന്നത്. ഇപ്പോൾ നാം ആ കാര്യം പറയുകയുണ്ടായി. ഇപ്പോൾ ചോദിച്ച ചോദ്യത്തിൻ്റെ ഒടുവിലത്തെ ഭാഗത്തിൻ്റെ മറുപടി നമ്മൾ ആദ്യത്തെ ചോദ്യത്തിൽ വിവരിച്ചിട്ടുള്ളതാണ്. ഞാനിനി ആ ചോദ്യത്തിൻ്റെ ആരംഭത്തിലേക്ക് വരികയാണ്. ന്യായപ്രമാണം എന്നുള്ളത് യഹൂദന് ദൈവം കൊടുത്ത 10 കൽപ്പനകളെ ഉദ്ദേശിച്ചായിരിക്കുമല്ലോ പ്രധാനമായും ഉദ്ദേശിച്ചത്. അപ്പോൾ യഹൂദന് കൊടുത്ത ന്യായപ്രമാണത്തിലെ 10 കൽപ്പനകൾ, അതിൽ ചിലതൊക്കെ ഞാനൊന്ന് ചോദിക്കുക. നിൻ്റെ അമ്മയപ്പന്മാരെ ബഹുമാനിക്കുക. അത് യഹൂദൻ്റെ ന്യായപ്രമാണമില്ലെങ്കിലും ന്യായപ്രമാണമില്ലാത്ത ആളുകൾക്ക് നന്നായിട്ടറിയാവുന്ന കാര്യമാണ്. ഏവർക്കും ബാധകമാണ്. വ്യഭിചാരം ചെയ്യരുത്, അതും ന്യായപ്രമാണമില്ലാത്ത ആളുകൾക്കും ബാധകവുമാണ്. അതവർക്കറിയുകയും ചെയ്യും. അതുകൊണ്ടാണല്ലോ മറയത്തത് ചെയ്യുന്നത്, പച്ച മലയാളത്തിൽ പറഞ്ഞ, അല്ലെ പിന്നെ പബ്ലിക്ക് ചെയ്യാമല്ലോ. പിന്നെ അങ്ങനെയുള്ള കുറേ കാര്യങ്ങൾ ഞാൻ പറഞ്ഞതിൻ്റെ സാരം. ഈ ന്യായപ്രമാണം എന്നുള്ള പദം അവിടെ തൽക്കാലം ഞാനൊന്ന് അവസാനിപ്പിച്ചു. പ്രമാണം എന്നുള്ളത് എടുക്കുക. ഈ പ്രമാണമുള്ളിടത്താണ് ലംഘനത്തെക്കുറിച്ച് ബോധം വരുന്നത്. പ്രമാണമില്ലെങ്കിൽ ലംഘനത്തെക്കുറിച്ച് ബോധം വരികയില്ല. അപ്പോൾ ന്യായപ്രമാണമില്ലാത്തവർക്ക് ലംഘനത്തെക്കുറിച്ച് എങ്ങനെയാണ് ബോധം വരുന്നത്? അവർക്ക് മറ്റൊരു പ്രമാണമുണ്ട്, അതാണ് മനസാക്ഷിയുടെ പ്രമാണം. റോമാലേഖനം 2-ാം അധ്യായം. നമുക്ക് ഭാരതീയ ന്യായ സംഹിതയൊക്കെ ഉണ്ട്, അതവിടെ നിൽക്കട്ടെ. നമ്മൾ വചനപ്രകാരം ഒന്ന് പറയുകയാണ്. അത് കഴിഞ്ഞാൽ ഞാൻ അതിലേക്ക് കടക്കാം. റോമാലേഖനം 2-ാം അധ്യായത്തിൻ്റെ ഒടുവിലേക്ക് വരുമ്പോൾ പൗലോസ് അവിടെ ഒരു കാര്യം ഓർപ്പിക്കുന്നുണ്ട്. ന്യായപ്രമാണമില്ലാത്ത ജാതികൾക്ക് അവരുടെ മനസാക്ഷി തന്നെ പ്രമാണമായിരിക്കുന്നു എന്നുള്ളതാണ്. അപ്പം ന്യായപ്രമാണം എന്ന പേരിൽ അറിയപ്പെടുന്നതാണെങ്കിലും പ്രമാണമെന്ന പേരിൽ അറിയപ്പെടുന്നതാണെങ്കിലും ഒരാൾ പാപിയാണെന്നും അവൻ പാപം ചെയ്തുവെന്നും അവന് ബോധം വരണമെങ്കിൽ ഈ പ്രമാണം വേണം. പണ്ട് കാലത്ത് നമ്മുടെ വൈദ്യശാസ്ത്രം പുരോഗമിക്കുന്നതിന് മുൻപ് നമ്മുടെയൊക്കെ പഴമക്കാരെ പേപ്പട്ടി കടിച്ച് കഴിയുമ്പോൾ ചെയ്യുന്ന ഒരു പരിപാടിയുണ്ട്. അതെന്താണെന്ന് ചോദിച്ചാൽ, കടിച്ചത് പേപ്പട്ടിയാണോ അല്ലയോ എന്നറിയാൻ നമുക്കറിയാം, അല്പം നാരങ്ങ കൊടുക്കും. ഈ നാരങ്ങ കൊടുത്തു കഴിയുമ്പോൾ കടിച്ചത് പേപ്പട്ടിയാണെങ്കിൽ അവനിലത് വെളിപ്പെടും. ഈ നാരങ്ങ കൊണ്ട് മനുഷ്യനെ പേ ഉണ്ടാക്കുകയല്ല, നാരങ്ങ മനുഷ്യനിലുള്ള പേ വെളിപ്പെടുത്തുക ചെയ്യുന്നത്. ഇതുപോലെ പ്രമാണവും ന്യായപ്രമാണവും എല്ലാം തന്നെ മനുഷ്യനെ പാപിയാക്കുകയല്ല, അവനിലുള്ള പാപത്തെ അവന് വെളിപ്പെടുത്തുകയാണ്. അതുകൊണ്ടാണ് ഗലാത്യ ലേഖനത്തിൽ പറയുന്നു, ന്യായപ്രമാണം പാപത്തിൻ്റെ പരിജ്ഞാനം നൽകുന്നെന്ന്. മനുഷ്യനെ പാപിയാക്കുന്നെന്നല്ല, പാപത്തിൻ്റെ പരിജ്ഞാനം നൽകുന്നു എന്നാണ്. അപ്പോൾ യഹൂദന് സ്വദേശീയമായി കൊടുത്ത ന്യായപ്രമാണം അതവൻ അനുഷ്ഠിച്ചോട്ടെ. പക്ഷേ ഇവിടെ പറഞ്ഞതുപോലെ ഭാരതീയന് ആ പ്രമാണം ചെയ്ത് രക്ഷ പ്രാപിക്കണോ? വേണ്ട. ഭാരതീയനായിരുന്നാലും യഹൂദനായിരുന്നാലും പ്രവൃത്തി മാർഗത്തിലൂടെ രക്ഷയില്ല. ഈ ജാതികളായിരിക്കുന്ന എപ്പേസ് ലേഖനം, എപ്പസോസിലെ വിശുദ്ധന്മാരെങ്കിൽ രക്ഷിക്കപ്പെട്ടവർ അവർ ജാതികളിൽ നിന്ന് വന്നവരാണ്. തീത്തോസിൻ്റെ ലേഖനം എഴുതുമ്പോഴും ആ ലേഖനത്തിലെ വിവിധ വിഷയങ്ങൾ നോക്കുമ്പോൾ ജാതികളിൽ നിന്ന് വന്നവരോട്. ആ 2 ലേഖനത്തിൽ നിന്ന് ഞാനൊരു കാര്യം ഓർപ്പിക്കാം. എപ്പേസ് ലേഖനം 2:8 വായിക്കുമ്പോൾ, കൃപയാലല്ലോ വിശ്വാസം മൂലം നിങ്ങൾ രക്ഷിക്കപ്പെട്ടിരിക്കുന്നത്. അടുത്തത്, അതിനും നിങ്ങൾ കാരണമല്ല, ആരും പ്രശംസിക്കാതിരിപ്പാൻ പ്രവൃത്തികളും കാരണമല്ല. ന്യായപ്രമാണം കാരണമല്ലെന്ന് അവിടെ പറയുന്നില്ല, പ്രവൃത്തികളും കാരണമല്ല. ഇത് തന്നെ തീത്തോസ് 2 പറയുന്നുണ്ട്. ദൈവം നാം ചെയ്ത നീതിപ്രവൃത്തികളാലല്ല, ന്യായപ്രമാണ പ്രവൃത്തികൾ എന്നല്ല, നീതിപ്രവൃത്തികളാലല്ല,
തൻ്റെ കരുണപ്രകാരം അത്രേ നമ്മെ രക്ഷിച്ചത്. അപ്പോൾ ഈ രണ്ട് വചനവും കൂടെ ചേർത്ത് വെച്ച് നോക്കുമ്പോൾ അവിടെ ന്യായപ്രമാണമില്ലാത്തവരാണ് നമ്മൾ. എപ്പസോസിലെ ആളുകളോട് പറയുന്നുണ്ട്, മുമ്പ് നിങ്ങൾ ദൈവമില്ലാത്തവർ, ക്രിസ്തുവില്ലാത്തവർ, ഇസ്രയേൽ പൗരതയോട് സംബന്ധമില്ലാത്തവർ. അപ്പോൾ അവർക്ക് ന്യായപ്രമാണമില്ലല്ലോ. അതുകൊണ്ട് അവരോട് പറയുന്നു, നിങ്ങൾ രക്ഷിക്കപ്പെട്ടത് പ്രവൃത്തിയാലല്ല. അവിടെ പ്രവൃത്തി എന്ന് ഉദ്ദേശിക്കുന്നത് സൽപ്രവൃത്തിയാണ്. മനുഷ്യൻ്റെ സൽപ്രവൃത്തിയാൽ മനുഷ്യൻ രക്ഷിക്കപ്പെടുന്നില്ല. രക്ഷിക്കപ്പെട്ടവർക്ക് സൽപ്രവൃത്തി വേണം. ആ രക്ഷ വെളിപ്പെടുത്തി കൊടുക്കേണ്ടത് സൽപ്രവൃത്തിയിലൂടെ. ഞാൻ മുഴുവൻ പ്രവൃത്തിയിലാണല്ലോ ബാധിക്കുന്നത്. എന്ത് ഈ സൽപ്രവൃത്തിയെല്ലാം അതിൽ പെടുന്നതാ. ഈ ന്യായപ്രമാണത്തിൽ പറഞ്ഞിരിക്കുന്നതെല്ലാം ഈ സൽപ്രവൃത്തിയിലും പെടുന്നതാ. പക്ഷേ അത് യഹൂദനു മാത്രമാണ് കൊടുത്തിരിക്കുന്നത്. ഭാരതീയനോ മറ്റു ഭൂഖണ്ഡക്കാർക്കോ ദേശക്കാർക്കോ വേണ്ടെന്ന് പറഞ്ഞാൽ അതിനുള്ള ന്യായമാണ് ഞാൻ ഈ പറഞ്ഞത്. അല്ല, ഒരു വാക്കും കൂടെ. അപ്പോൾ ആ സൽപ്രവൃത്തിയാണ് അവിടുത്തെ വിഷയം. ആ സൽപ്രവൃത്തികളാൽ മനുഷ്യൻ നീതീകരിക്കപ്പെടുകയില്ല, രക്ഷപ്പെടുകയില്ല. ഇപ്പോൾ ജോർജ് കോശി അല്പം മുമ്പ് പറഞ്ഞ ഒരു കാര്യം കൂടെ പറയാം. ഈ ന്യായപ്രമാണമില്ലെങ്കിലും ഇന്ത്യയുടെ നിയമം എവിടുന്ന് വന്നതാ? ഇന്ത്യയുടെ നിയമം എവിടുന്ന്? എല്ലാ പ്രമാണങ്ങളും, ലോകമാസകലമുള്ള എല്ലാ പ്രമാണങ്ങളുടെ അടിസ്ഥാനം റോമൻ ലോ ഉൾപ്പെടെ അതിൻ്റെ ഒരു കടപ്പാടാണ് ഇങ്ങോട്ട് കിടക്കുന്നത്. ഇതിൻ്റെ എല്ലാം വേര് തേടി ചെന്നാൽ ഈ ന്യായപ്രമാണം മോശയിലെത്തും. പറഞ്ഞു മനസ്സിലായില്ലേ? നാം ഭാരതീയർ പാപികളാണെന്ന് മോശയോ യേശുവോ അപ്പോസ്തലന്മാരോ വന്ന് നമ്മളോട് ഒരിക്കലും പറഞ്ഞിട്ടില്ല. മാത്രമല്ല, ബൈബിൾ പ്രകാരം സത്യത്തിൽ നമ്മളെ പാപികൾ എന്ന് ഇപ്പോൾ വിളിക്കുന്നത് ശരിയല്ല. കാരണം ബൈബിൾ തന്നെ നമ്മെ സംബോധന ചെയ്തിരിക്കുന്നത് വിശുദ്ധന്മാർ എന്നും നീതിമാന്മാർ എന്നുമാണ്. പുതിയ നിയമം പഠിപ്പിക്കുന്നത് അങ്ങനെയാണ്. യേശുവിൻ്റെ രക്ഷണ്യ പ്രവൃത്തിയിലൂടെ എല്ലാ മനുഷ്യരും പാപമോചിതരായി കഴിഞ്ഞു. പിന്നെ എന്തിനാണ് മനുഷ്യൻ വീണ്ടും രക്ഷിക്കപ്പെടുന്നത്? അപ്പോൾ എല്ലാ മനുഷ്യരും പാപികളാണ്, എല്ലാ മനുഷ്യരും കൊണ്ട് രക്ഷിക്കപ്പെടണം എന്ന് ക്രിസ്തുമതം പറയുന്നത് ഭോഷ്കാണ് എന്നല്ലേ ഇതെല്ലാം തെളിയിക്കുന്നത്? മനുഷ്യ, നീ പാപിയാണ് എന്ന് നിരന്തരം പറഞ്ഞ് എൻ്റെ മനസ്സിനെ കീഴ്പ്പെടുത്താൻ ശ്രമിക്കുന്ന ഈ പ്രസംഗ തൊഴിലാളികളുടെ ഉപജീവനത്തിന് വേണ്ടിയല്ലേ ഇത്തരം ചിന്താഗതികൾ ഇന്ന് പ്രചരിപ്പിക്കുന്നത് എന്ന് ചോദിച്ചാൽ അത് അധികമാകുകയില്ല എന്ന് ഞാൻ കരുതുകയാണ്. ഈ പ്രസംഗ തൊഴിലാളികളുടെ ഉപജീവനത്തിനു വേണ്ടിയാണ് ഇങ്ങനൊക്കെ പ്രസംഗിക്കുന്നതെന്ന് പറഞ്ഞാൽ ആര് പറഞ്ഞാലും അത് ശരിയാകുകയില്ല. അല്ല, കാരണം കിട്ടിയ ചോദ്യമാണ്. അതാ ഞാൻ പറഞ്ഞത്. കാരണം ഇപ്പോൾ ആത്മീയ മതത്തിൽ നിന്ന് പുറത്തോട്ടിറങ്ങിയാൽ സെക്യുലർ ഫീൽഡിൽ പ്രസംഗിക്കുന്ന ആളുകളില്ലേ, അപ്പോൾ അവർ ഈ പാപിയെന്നും വിളിക്കുന്നില്ല, രക്ഷയെന്നും പറയുന്നില്ല. അപ്പോൾ അവർക്കും വയറ്റുപിഴപ്പിന് വേണ്ടിയല്ലേ അതും. അപ്പോൾ ഈ പ്രസംഗത്തിൽ പാപിയെന്ന് വിളിക്കുന്നതോ ശിക്ഷിക്കപ്പെടുമെന്ന് പറയുന്നതോ അല്ല അവൻ്റെ വയറ്റുപിഴപ്പ് അല്ലെങ്കിൽ അവൻ്റെ തൊഴിലിൻ്റെ ശമ്പളമെന്ന് അതിനുവേണ്ടിയാണെന്നുള്ള ചിന്ത വരുന്നില്ല. ഇനി നമ്മൾ ചോദിച്ച വിഷയത്തിലേക്ക് ഞാനൊന്ന് വരട്ടെ. അപ്പോൾ ഒന്ന്, യേശു, മോശ, അതുപോലെ തന്നെ പൗലോസ് ഇവരാരും പാപി എന്ന് പറഞ്ഞിട്ടില്ലെന്നാണ് ചോദ്യകർത്താവ് ചോദിച്ചിരിക്കുന്നത്. അതിന് വേണ്ടുവോളം തെളിവ് ഞാൻ തരാം. ഒന്ന്, യേശു പറഞ്ഞ എന്നാണെന്നറിയാമോ? പാപം ചെയ്യുന്നവനെല്ലാം പിശാചിൻ്റെ മക്കളാകുന്നെന്നാണ് യേശു അപ്പോൾ പറഞ്ഞില്ലേ. രണ്ട്, മാനസാന്തരപ്പെടുന്ന ഒരു പാപിയെ ചൊല്ലി സ്വർഗത്തിൽ വലിയ സന്തോഷമുണ്ടാകും. യേശു പാപി എന്ന് പറഞ്ഞില്ലേ. ഇനിയും അങ്ങനെ ഒത്തിരിയുണ്ട്. ഇനി പൗലോസ് എന്താ പറഞ്ഞിരിക്കുന്നത്? ഒന്ന്, റോമാലേഖനം 3:9, ആകയാൽ നമുക്കെന്ത് വിശേഷതയുള്ളൂ? അശേഷമില്ല. യഹൂദനും യവനനും ഒരുപോലെ പാപത്തിൻ്റെ കീഴെയാകുന്നു. നീതിമാൻ ആരുമില്ല, ഒരുത്തൻ പോലുമില്ല. എല്ലാവരും പാപം ചെയ്ത് ദൈവ തേജസ് ഇല്ലാത്തവരായി തീർന്നു. റോമാലേഖനം മുഴുവൻ നോക്കിയാൽ പൗലോസ് പാപി 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 എന്ന് തന്നെയാണ് വിളിച്ചിരിക്കുന്നത്. ഇനി യേശു ലോകത്തിൽ വരുന്നതിന് മുൻപ് ദൈവം
എന്താണ് മനുഷ്യനെക്കുറിച്ച് പറഞ്ഞിരിക്കുന്നത്? യെശയ്യാ പ്രവാചകൻ്റെ പുസ്തകം 1-ാം അധ്യായത്തിൽ ദൈവം വിളിക്കുക, വരുവീൻ നമുക്ക് തമ്മിൽ വാദിക്കാം. നിങ്ങളുടെ പാപം എത്ര കടുംചുവപ്പായിരുന്നാലും, നിങ്ങളുടെ വിശുദ്ധി എത്ര എന്നല്ല പറഞ്ഞിരിക്കുന്നത്, നിങ്ങളുടെ പാപം എത്ര കടുംചുവപ്പായിരുന്നാലും അതിനെ ഹിമം പോലെ വെളുപ്പിക്കാം. തല മുതൽ പാദം വരെ ഒരു സുഖവുമില്ല, ഒടിവും ചതവും പഴുത്ത വ്രണവും എന്ന് പാപത്തെക്കുറിച്ച് ദൈവം അപ്പോൾ ബൈബിള് മുഴുവനും മനുഷ്യനെ പാപി എന്നാണ് വിളിച്ചിരിക്കുന്നത്. നോഹയുടെ കാലത്ത് ദൈവം എന്താ പറഞ്ഞത്? മനുഷ്യൻ്റെ ദുഷ്ടത വർദ്ധിച്ചിരിക്കുന്നുവെന്നാണ്. അപ്പോൾ ഇതല്ലേക്ക് അതിൻ്റെ തെളിവ്. അതുകൊണ്ട് പാപി പാപി എന്ന് വിളിക്കുന്നത് ഈ ഉപദേശിമാരോ അല്ലെങ്കിൽ സുവിശേഷം പ്രസംഗിക്കുന്നവരോ അല്ല, ബൈബിൾ അത് പറഞ്ഞിരിക്കുന്നത് കൊണ്ട് ആ കാര്യം പറഞ്ഞിരിക്കുന്നതേ ഉള്ളൂ. ഇപ്പം ഈ തൊഴിലെടുക്കുന്നവനെ ആ പേരിലാണ് അറിയപ്പെടുന്നത്, ഇല്ലേ? ഞാനത് ഓരോന്നും എടുത്ത് ഇവിടെ പറയാനാ. എല്ലാ തൊഴിലും ആദരണീയമായ തൊഴിലാണ്. അപ്പോൾ ആ തൊഴിലെടുത്ത് ഇവിടെ പറയാൻ പറ്റുകയില്ല. പക്ഷേ ഒരു കാര്യം യാഥാർത്ഥ്യമാണ്, ഞങ്ങളെയൊക്കെ ഉപദേശി എന്നാണ് വിളിക്കുന്നത്. എന്താ ഉപദേശി എന്ന് വിളിക്കാൻ കാര്യം? ഈ ഉപദേശിച്ച് നടക്കുന്നുമുണ്ട്, പ്രസംഗിച്ച് നടക്കുന്നുമുണ്ട്. അതുകൊണ്ട് ഓരോ തൊഴിലെടുക്കുന്നവരെയും ആ തൊഴിലിനോട് ചേർന്നാണ് വിളിക്കുന്നത്. ഇതുപോലെ പാപം ചെയ്ത് ജീവിക്കുന്നവരെ അതിനോട് ബന്ധപ്പെട്ടാണ് പാപി എന്ന് വിളിക്കുന്നത്. അതിനകത്ത് നമ്മൾ മുഖം കടുപ്പമാക്കിയിട്ട് കാര്യമില്ലെന്നുള്ളതാണ്. യേശുവോ മോശയോ പൗലോസോ പറയുന്നതിന് വ്യത്യസ്തമായിട്ടല്ല, അതേ ആശയം ഇതെന്തു പറയുന്നു അത് തന്നെയാണ് നമ്മൾ പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ ഇപ്പോൾ ചോദിച്ച ചോദ്യത്തിൻ്റെ അനുബന്ധമായി ഒരു ചോദ്യം കൂടെ ചോദിച്ചു. പ്രധാനപ്പെട്ട ഒരു ചോദ്യമാണ്. യേശുക്രിസ്തു എല്ലാവർക്കും വേണ്ടി ക്രൂശിൽ മരിച്ച് രക്ഷയൊരുക്കിയെങ്കിൽ പിന്നെ മനുഷ്യനോട് രക്ഷിക്കപ്പെടണമെന്ന് പറയേണ്ട കാര്യമില്ലല്ലോ, എല്ലാവരും രക്ഷിക്കപ്പെട്ടല്ലോ എന്ന് പറഞ്ഞു. അതിന് ഞാൻ വളരെ വേഗത്തിൽ 2 കാര്യങ്ങൾ ഓർപ്പിച്ച് അവസാനിപ്പിക്കാം. ഒന്ന്, അത് യാഥാർത്ഥ്യമാണ്. പക്ഷേ ദൈവം അത് നമ്മൾ അംഗീകരിക്കേണ്ടതിന് ഒരു വ്യവസ്ഥ വെച്ചിട്ടുണ്ട്. ആ വ്യവസ്ഥ എന്ന് പറയുന്നത് വിശ്വാസമാണ്. വേദപുസ്തകത്തിൽ വളരെ വ്യക്തമായി പറയുന്നുണ്ട്, യേശു ക്രിസ്തുവിൽ വിശ്വസിക്കുക, എന്നാൽ നീ രക്ഷിക്കപ്പെടുമെന്നാണ്. അല്ലെങ്കിൽ നീയും നിൻ്റെ കുടുംബവും രക്ഷിക്കപ്പെടുമെന്നാണ്. കൂടാതെ കൃപയാലല്ലോ വിശ്വാസം മൂലം നിങ്ങൾ രക്ഷിക്കപ്പെട്ടിരിക്കുന്നത്. വിശ്വാസം. പുത്രനിൽ വിശ്വസിക്കുന്നവന് നിത്യജീവനുണ്ട്, വിശ്വസിക്കാത്തവൻ ജീവനെ കാണുകയില്ല. അപ്പോൾ ഇവിടെ യേശുക്രിസ്തുവിൻ്റെ മരണത്താൽ സകല മനുഷ്യർക്കും രക്ഷയൊരുക്കി എന്ന് വരികിലും അത് വിശ്വസിക്കുന്നവർക്ക് മാത്രം. വിശ്വാസം മീൻസ് ആശ്രയം. യേശു ക്രിസ്തുവാണ് എൻ്റെ രക്ഷകൻ, ക്രിസ്തുവിൽ മാത്രമാണ് രക്ഷ, ഞാനത് അംഗീകരിക്കുന്നുവെന്ന് വിശ്വസിക്കുന്ന ഒരാൾക്ക് മാത്രമേ ദൈവമൊരുക്കിയ രക്ഷ സ്വന്തമാക്കാൻ കഴിയുകയുള്ളൂ. ഗവൺമെൻറ് നമുക്ക് വേണ്ടി കോടിക്കണക്കിന് രൂപ മുടക്കി ഡാമുണ്ടാക്കി, പവർ ഹൗസ് ഉണ്ടാക്കി, അവിടുന്ന് വിവിധ യൂണിറ്റുകളായി 11 kV അതിനേക്കാൾ ചെറുതൊക്കെ ആക്കി ട്രാൻസ്ഫോമർ വെച്ച് നമ്മുടെ മുൻപിൽ ഒരു പോസ്റ്റിട്ട് ലൈൻ വലിച്ച് നമ്മുടെ വീട്ടിലോട്ട് കൊണ്ടുവന്നു. നമ്മൾ പറയുകയാണ് എല്ലാം ഒരുങ്ങിയിരിക്കുന്നു, വെളിച്ചമായി ഇനി ഒന്നും ചെയ്യണ്ടല്ലോ, ചെയ്യണം. ലൈറ്റ് വരണമെങ്കിൽ സ്വിച്ച് ഓൺ ആക്കണം. വളരെ സിമ്പിൾ. ഇതുപോലെ ദൈവം മുഴുവനും ഒരുക്കി നമ്മളത് പ്രാപിക്കാൻ വെച്ചിരിക്കുന്ന വ്യവസ്ഥ യേശുക്രിസ്തുവിൽ വിശ്വസിക്കുക എന്നുള്ളതാണ്. തിരുവോണത്തിൽ എല്ലാവർക്കും 10 കിലോ അരി റേഷൻ കടയിൽ സൗജന്യമാണ്. ഗവൺമെൻറ് ഉത്തരവിട്ടു, പേപ്പറിൽ വന്നു, വാർത്താ മാധ്യമങ്ങളിൽ വന്നു. ഞാൻ വീട്ടിലിരുന്നുകൊണ്ട് പറയുകയാണ്, ഈ പ്രാവശ്യം ഈ ആഴ്ചയിൽ 10 കിലോ അരി നമുക്ക് സൗജന്യമായി റേഷൻ കടയിൽ ഗവൺമെൻറ് ക്രമീകരിച്ചിട്ടുണ്ട്. ഇത് പറഞ്ഞുകൊണ്ട് ഞാൻ വീട്ടിലിരുന്നാൽ എൻ്റെ വീട്ടിൽ ചോറുവെപ്പ് നടക്കുകയില്ല. ഞാൻ പോയി സൗജന്യമാണ്, പക്ഷെ ഞാൻ പോയി വാങ്ങണം. ഇത് കൂടുതൽ ദൃഷ്ടാന്തം നമുക്ക് പറയാനില്ല. യേശു ഒരുക്കി, അത് സൗജന്യമാണ്. പക്ഷേ വിശ്വാസത്താൽ അത് വാങ്ങാത്തവരോട് വീണ്ടും വീണ്ടും പറയണം, നീ രക്ഷിക്കപ്പെടും. താങ്ക് യു. അത് വ്യക്തമാണ്. അടുത്ത ഒരു ചോദ്യം കൂടെ ചോദിക്കാൻ ആഗ്രഹിക്കുകയാണ്. ഒരു നവജാത ശിശു കിടക്കയിൽ നമുക്കറിയാം മലമൂത്ര വിസർജനം ചെയ്യും. സമയാസമയങ്ങൾ നമ്മളത് കഴുകി ശുദ്ധമാക്കും. ആരും അതിൻ്റെ പേരിൽ കുഞ്ഞിനെ വഴക്ക് പറയില്ല. ചിലപ്പോൾ ഒരു ഉമ്മ കൊടുത്തിട്ടായിരിക്കും ആ ശിശുവിനെ വീണ്ടും നമ്മൾ കട്ടിൽ കിടത്തുക. താൻ ചെയ്യുന്നതിലെ അപാകത തിരിച്ചറിയുന്ന പ്രായമാകുമ്പോൾ
അല്ലെങ്കിൽ ഈ വകതിരിവുണ്ടാകുമ്പോൾ കുഞ്ഞ് ഓട്ടോമാറ്റിക്കായിട്ട് ആ കാര്യം അവസാനിപ്പിക്കും. മുതിർന്നു കഴിഞ്ഞാൽ അവൻ പിന്നെ അങ്ങനെ ചെയ്യത്തില്ല. അതുപോലെ നീ പാപിയാണ്, നീ ശിക്ഷ വാങ്ങിക്കൂട്ടും എന്നിങ്ങനെ നിരന്തരം പറഞ്ഞുകൊണ്ടിരിക്കാതെ നീ വിശുദ്ധനാണ്, നീ നീതിമാനാണ്, നീ ദൈവസൃഷ്ടിയാണ് എന്നിങ്ങനെയുള്ള ഒരു പോസിറ്റീവ് കാര്യങ്ങൾ ഒരുവനോട് ആവർത്തിച്ച് പറയുന്നതല്ലേ, അങ്ങനെ അവനെ വകതിരിവുള്ളവനാക്കുകയല്ലേ നാം ചെയ്യേണ്ടത്. അപ്പോൾ അവൻ പാടില്ലാത്ത കാര്യങ്ങൾ ചെയ്യുന്നതിൽ നിന്ന് ഒഴിഞ്ഞു മാറി അവൻ നന്മയിലേക്ക് വരും. അല്ലാതെ പാപി, ശിക്ഷ, നരകം, ക്രിസ്തു രക്ഷിക്കും എന്നിങ്ങനെയുള്ള ജൽപ്പനങ്ങളാണോ വേണ്ടത് എന്നുകൂടെ നമുക്കൊന്ന് ചിന്തിക്കേണ്ടതാണ്. കുഞ്ഞിൻ്റെ കാര്യം തന്നെ ഞാനങ്ങ് എടുത്തോട്ടെ. ആ കുഞ്ഞിൻ്റെ തിരിച്ചറിവില്ലാത്ത സമയത്ത് അത് മലമൂത്ര വിസർജനം കിടക്കയിലോ അതേ ഇരിക്കുന്നിടത്തോ ചെയ്യുന്നു. പക്ഷേ സ്നേഹമുള്ള മുത്തം കൊടുക്കാൻ ആഗ്രഹിച്ച ആ മാതാവാകട്ടെ പിതാവാകട്ടെ ആരുമാകട്ടെ അവരാ കുഞ്ഞ് അങ്ങനെ തന്നെ കിടക്കാൻ ആഗ്രഹിക്കുന്നില്ല. കുഞ്ഞിന് തിരിച്ചറിവില്ലല്ലോ, അതിനെയും തിരിച്ചറിവ് വരുന്നത് വരെ ആ കാര്യം അങ്ങ് നടത്തട്ടെ എന്ന് വിചാരിക്കുന്നില്ലല്ലോ. അത് സംഭവിച്ച് കഴിയുമ്പോൾ അതിനെ വേഗത്തിൽ കൊണ്ടുവന്ന് സ്നേഹമുള്ള മാതാവ് അതിനെ കഴുകി വൃത്തിയാക്കി. പക്ഷേ ഞാൻ വഴക്ക് പറയുന്നില്ല എന്നുള്ളതാണ്. ആ വഴക്ക് പറഞ്ഞില്ല, പക്ഷേ ഇതും വഴക്ക് പറയുന്നില്ല. ഇത് വേദപുസ്തകം ഒരു പാപിയെ നോക്കി വഴക്ക് പറയുന്നില്ല. സ്നേഹത്തോടു കൂടിയാണ്, നീ പാപിയാണ്, നിനക്കൊരു ശുദ്ധീകരണം വേണം, നീ കുഴപ്പത്തില്ല, നിന്നെ വിശുദ്ധനാക്കുന്ന ഒരു ദൈവം ജീവിക്കുന്നുണ്ട്, നിന്നെ സ്നേഹിക്കുന്നുണ്ട്. ഇതാണ് സുവിശേഷം പറയുന്നത്. അപ്പോഴപ്പോൾ അവനെ ശുദ്ധീകരിക്കാൻ മനസ്സുള്ള ഒരു ദൈവത്തെ ചൂണ്ടിക്കാണിക്കുക ആ സ്നേഹത്തിലൂടെ. ഇത് സ്നേഹത്തിൻ്റെ സന്ദേശമാണ്. അല്ല പാപി 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 നീ പോക്ക എന്ന് പറയുന്നില്ല. നീ പാപിയാണ്, പക്ഷേ നിന്നെ സ്നേഹിക്കുന്ന ദൈവമുണ്ട്, നിൻ്റെ ഏത് പാപത്തെയും ശുദ്ധീകരിക്കുന്ന ദൈവമുണ്ട്, നിനക്ക് സ്വർഗം തരുന്ന ഒരു ദൈവമുണ്ടെന്ന് അവനെ സ്നേഹത്തോടുകൂടെ ബോധ്യപ്പെടുത്തുക. അതാണ് സുവിശേഷം പറയുന്നത്. ഈ ചോദ്യങ്ങൾ ഉന്നയിച്ച സുഹൃത്തുക്കൾക്ക് കൃത്യമായ ഉത്തരം ലഭിച്ചു എന്ന് ഞങ്ങൾ കരുതുന്നു. വ്യക്തിപരമായ ചോദ്യോത്തരങ്ങൾക്കും ഞങ്ങൾ തയ്യാറാണ്. ചോദ്യങ്ങൾ എന്തു തന്നെയായാലും ദയവായി എഴുതി ചോദിക്കാൻ മടിക്കേണ്ട. ലൈഫ് ഫോക്കസിൻ്റെ അടുത്ത Q&A സെഷനിൽ കാണും വരെ നന്ദി.